നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് നിങ്ങൾ എന്തെങ്കിലും വീടിൻ്റെ സ്റ്റോറേജ് ഏരിയ, അത് നമ്മൾ പറയുന്നത് വീട്ടിൻ്റെ പുറത്തുള്ള കാര്യം കൂടി ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. കിഴക്ക് ഭാഗത്ത് സ്റ്റോറേജ് ഏരിയ വല്ല നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ല വാസ്തുവല്ല. അതിൻ്റെ ചില ഇംപ്ലിക്കേഷൻസാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഹൈ നമസ്കാരം, വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. വീട്ടിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്റ്റോറേജ് വന്നാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ലീഗൽ ഇഷ്യൂസാണ്. നിങ്ങൾ കേസുകളിൽ പെടും. കാര്യം അതിനുള്ള കാരണം കിഴക്ക് ഭാഗമെന്ന് പറയുന്നത് ഇന്ദ്രൻ്റെ അതോറിറ്റിയിലുള്ളതാണ്. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ അതോറിറ്റി അല്ലെങ്കിൽ ക്ലാരിറ്റിയുടെയൊക്കെ ഗോഡാണെന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരത്തിൽ ആ ഏരിയ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുണ്ടാകുന്ന ലീഗൽ ഇഷ്യൂസാണ്. അതുപോലെ എനർജി ഫ്ലോയെ വളരെ എനർജി ഫ്ലോയെ ബ്ലോക്കും കൂടി ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസും നമുക്കുണ്ടാകാനുള്ള സാധ്യത. ഒരു കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗത്ത് ലോഡ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കിഴക്ക് ഭാഗത്ത് ഒരു സ്റ്റോറേജ് റൂം ഒരിക്കലും വീട്ടിൽ കൊടുക്കരുത്. കാര്യം ഇനി ഞാനൊരിടത്ത് പോയപ്പോഴത്തേക്ക് വീടിൻ്റെ വലിയ പ്ലോട്ടാണ്. അപ്പോൾ അതിൽ വീടിൻ്റെ ആ പ്ലോട്ടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടൊരു സ്റ്റോറേജ്, അത് വീട്ടിലെ ആയുധങ്ങളും മറ്റുമൊക്കെ കൊണ്ട് വയ്ക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം ചെയ്തിരിക്കുന്നത് കണ്ടു. അപ്പോൾ അത് വളരെ നല്ല ഒരു കാര്യമേ അല്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈസ്റ്റ് ഭാഗത്ത് ഒരു കാരണവശാലും ഒരു സ്റ്റോറേജ് ഏരിയ കൊടുക്കാൻ പാടില്ല. സ്റ്റോറേജ് ഏരിയ എപ്പോഴും വടക്ക് പടിഞ്ഞാറ് ഭാഗം അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ വെയിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് വായവ്യം ഭണ്ഡാര സ്ഥാനം എന്നാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നമുക്ക് കൊടുക്കാം. കഴിയുന്നത് ഇത് ശ്രദ്ധിക്കുക. വലിയ പ്ലോട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലോട്ടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും ഒരു സ്റ്റോറേജ് ഏരിയ വരരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കണം. മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.